ഡെന്റൽ ക്ലിനിക്സിൽ ഒരു പേഷ്യൻ്റ് യൂസ് ചെയ്ത ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതായത് അണുവിമുക്തമാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ. ആദ്യം തന്നെ നമ്മൾ യൂസ് ചെയ്ത ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മളൊരു റണ്ണിങ് ടാപ്പ് വാട്ടറിൽ നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു ഡിസിൻഫെക്റ്റൻറ്റുമായിട്ട് അത് നന്നായിട്ട് സോക്ക് ചെയ്യാനിടും. അതിനുശേഷം നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഒരു അൾട്രാസോണിക് ക്ലീനർ എന്ന് പറയുന്ന മെഷീനിലേക്ക് ഇട്ട് ഡിസിൻഫെക്റ്റൻറ്റുമായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നന്നായിട്ട് ഹീറ്റ് ചെയ്ത് വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വാഷ് ചെയ്ത ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മളൊരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ച് നന്നായിട്ട് തുടച്ച് ഡ്രൈ ചെയ്യും. അതിനുശേഷം സ്റ്റെറിലൈസേഷൻ റീലിലേക്ക് നമ്മളത് പാക്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. നമ്മൾ ഈ പാക്ക് ചെയ്ത ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസേഷന് വേണ്ടി ഓട്ടോക്ലേവിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബി ക്ലാസ് ഓട്ടോക്ലേവ് ആണ്. ഏകദേശം 134 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം 1.25 മണിക്കൂർ എടുക്കും അതിൻ്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ ഈ ഓട്ടോക്ലേവിൽ ഡിസ്റ്റിൽഡ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഓട്ടോക്ലേവ് ചെയ്ത ആ ഒരു ഡേറ്റ് ടൈം എല്ലാം നമുക്കൊരു ലോഗാക്കി നമ്മൾ പെൻ ഡ്രൈവിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട്. സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ ഇൻസ്ട്രുമെന്റ്സ് നമ്മളൊരു അൾട്രാവയലറ്റ് ചേംബറിലാണ് സ്റ്റോർ ചെയ്യുക. പേഷ്യൻസിന്റെ ആവശ്യകത അനുസരിച്ച് നമ്മൾ അൾട്രാവയലറ്റ് ചേംബറിൽ നിന്ന് ഇൻസ്ട്രുമെന്റ്സ് എടുത്ത് പേഷ്യന്റെ ഫ്രണ്ടിൽ വെച്ചായിരിക്കും നമ്മൾ ആ പൗച്ച് പൊട്ടിച്ചത് പുതുതായിട്ട് യൂസ് ചെയ്യുന്നത്.